ബലിപ്പെരുന്നാൾ അവധി മാറ്റിയത് വൻ രാഷ്ട്രീയ വിവാദമായതിനു പിന്നാലെ നാളെയും അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. പ്രൊഫഷണൽ കോളേജുകൾക്കുൾപ്പെടെയാണ് അവധി നൽകിയിരിക്കുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ അവധിയായിരിക്കും. സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും അവധിയായിരിക്കും. നാളത്തെ അവധി അവസാന നിമിഷം മാറ്റിയതിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അവധി പിൻവലിച്ചത് വലിയ തോതിൽ ചർച്ചയുമായിരുന്നു. ഡാൻ കുര്യൻ ചേർന്ന വിവരങ്ങളുമായി. ഡാൻ, മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് ആദ്യം ഈ അവധി പിൻവലിച്ചതിനെതിരെ രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണോ വീണ്ടും അവധി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം? എന്തോ 6-ാം തീയതിയായിരുന്നു നേരത്തെ ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ബലിപ്പെരുന്നാൾ കേരളത്തിൽ നാളെ കഴിഞ്ഞ് ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവധി 7-ാം തീയതിയിലേക്ക് മാറ്റിയത്. പക്ഷെ അതിനെ മുസ്ലിം ലീഗും യു.ഡി.എഫിലെ മറ്റ് കക്ഷികളും കോൺഗ്രസ് നേതൃത്വവും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെയാണ് നാളെയും അവധി കൊടുക്കണമെന്നൊരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന്മേലുള്ള സമ്മർദ്ദം രൂക്ഷമായത്. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് രാഷ്ട്രീയമായി വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് വൈകി ചർച്ചകൾ നടത്തിയതിനു ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് അവിടെ വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ വൈകി രാത്രി 8:30യോടെയാണ് ഇങ്ങനെ ഒരു സർക്കുലർ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നാളെയും മറ്റന്നാളും ബലിപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് അവധി നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഡാൻ, ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ചും കലണ്ടറിൽ അവധി പ്രഖ്യാപിക്കുന്നു, ഒരുപാട് പേർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അത്തരം നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിന് തൊട്ടു പിന്നല്ലേ, അത് മണിക്കൂറുകൾ മാത്രമാണ്. ആദ്യം അവധി പിൻവലിക്കുന്നു, പിന്നീട് അവധി പ്രഖ്യാപിക്കുന്നു. എന്തായിരിക്കും ഇത്തരമൊരു നീക്കത്തിലേക്ക് നയിച്ചത്? നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവങ്ങളെ കൂടി അതിനോട് ചേർത്ത് വായിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ മാത്രമേ അതിന്റെ ഒരു രാഷ്ട്രീയം വ്യക്തമാകുകയുള്ളൂ. അതായത് ഈ രാജ്ഭവനിൽ നടന്ന ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഒരു ചിത്രം, അവിടെ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ അവിടെ സർക്കാർ ആ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്നു. അത് കൃത്യമായി മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ പ്രതിരോധത്തിലായിരുന്ന മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും തെരഞ്ഞെടുപ്പ് വേളയിലടക്കം വലിയ തരത്തിലൊരു പ്രതിരോധം തീർക്കുന്ന സാഹചര്യമായി കാര്യങ്ങൾ മാറി. അതിന് പിന്നാലെയാണ് ഈ അവധിയുമായി ബന്ധപ്പെട്ട് 7-ാം തീയതി മാത്രം അവധി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. പക്ഷേ അതിന്മേൽ പിന്നീട് വലിയ ചർച്ചകൾ നടത്തി. എന്നൊരുപക്ഷെ ഈ 2 ദിവസത്തേക്ക് ഒരുമിച്ച് അവധി നൽകിയാൽ അത് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ് ഇടതുപക്ഷം എന്നൊരു വിമർശനം ഉണ്ടായേക്കാമെന്നൊരു പശ്ചാത്തലത്തിലാണ് ആദ്യം 7-ാം തീയതി മാത്രം അവധി നൽകാനും പിന്നീട് വിമർശനം ഉയർന്നതിന് പിന്നാലെ നാളെ കൂടി അവധി നൽകാനുമുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്ത്രപൂർവ്വമായി ഉണ്ടായതെന്ന് വേണം പറയാൻ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗും കോൺഗ്രസും എന്താണെങ്കിലും ഈ അവധി ഒഴിവാക്കിയ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. വെള്ളിയാഴ്ചയും അവധി നൽകണമെന്നുള്ളതായിരുന്നു ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആവശ്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആ അവധി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. സർക്കാർ ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്.